ഹായ് ഹലോ. ഇന്ന് ഉച്ചയായപ്പോഴത്തേക്ക് വല്ലാത്തൊരു വിശപ്പ്, എന്തെങ്കിലും സ്പൈസി ആയിട്ട് കഴിക്കണമെന്ന് തോന്നി. വീട്ടിൽ ചോറും കറിയൊക്കെ ഉണ്ട്, എങ്കിലും വേറെ എന്തെങ്കിലും കഴിക്കാൻ തോന്നി. അങ്ങനെ ഇടയ്ക്കൊക്കെ തോന്നാറുണ്ട്. അപ്പോഴൊന്നുകിൽ ഞാൻ പാസ്ത ഉണ്ടാക്കും, അല്ലെങ്കിൽ ഈ സംഭവം ഉണ്ടാക്കും. ഇതിന് ഞാൻ കുക്കർ ബിരിയാണി എന്ന് പറയും, പക്ഷേ ഇങ്ങനല്ല കുക്കർ ബിരിയാണി എന്ന് എനിക്കും അറിയാം. ഇനി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഈ മുട്ടയൊക്കെ ചിക്കി തോത്തിയിട്ട് ചോറിടുമ്പം മുട്ടച്ചോറെന്നും, തക്കാളി കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ ചോറിടുമ്പം നമ്മൾ തക്കാളി ചോറെന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ ഇത് കുക്കറിനകത്ത് ഇറച്ചിയും ഇതൊക്കെ ഇട്ടുണ്ടാക്കുന്നൊരു സംഭവം. അതിന് ഇറച്ചി ചോറെന്നും പറയാം. ഞാൻ പക്ഷേ കുക്കർ ബിരിയാണി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുണ്ടാക്കാൻ എളുപ്പമാണ്, പെട്ടെന്ന് റെഡിയാവും. നമ്മുടെ ആ ഒരു ക്രേവിങ്സ് മാറുന്നതിന് മുമ്പ് നമുക്കിത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അതിനപ്പോൾ സവാള എടുത്തത് ഇതേപോലെ അരിഞ്ഞിട്ടുണ്ട്. എനിക്ക് അളവൊന്നും പറയാൻ അറിയത്തില്ല. ഞാൻ എൻ്റെ ഒരു ഇതിനനുസരിച്ച് അങ്ങ് ഉണ്ടാക്കി. അപ്പം സവാള എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്, തക്കാളി, പിന്നെ പച്ചമുളക്. ഇതെല്ലാം ഞാൻ ആളുകളുടെ എണ്ണം അനുസരിച്ച് എത്ര വേണ്ടി വരും എന്നുള്ളൊരളവിലാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് വേണം. അത് ഞാൻ കട്ടിംഗ് ബോർഡിനകത്ത് വെച്ച് തന്നെ ഒന്ന് ചതച്ചൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ എന്നിട്ട് കുക്കറിനകത്തേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും, ഞാനിത് എൻ്റെ റെസിപ്പിയാണ്, കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് നമ്മുടെ ഈ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, നക്ഷത്രം, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ, അതെല്ലാം ഇട്ടിട്ട് സവാളയും പച്ചമുളകും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടങ്ങ് വയന്ന് വരണ്ട, ജസ്റ്റ് ഒന്ന് ഇതായതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതാക്കണ്ടോ, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. വഴറ്റിയെടുത്തിട്ട് പിന്നെ അതിനകത്തേക്ക് പൊടികൾ ചേർക്കണം. ഇതിപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നതേ ഉള്ളൂ, എൻ്റെ വോയിസ് നേരത്തെ ആയിപ്പോയി. എന്നിട്ട് പൊടികൾ ആഡ് ചെയ്യണേ. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി എല്ലാം ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ. സ്പൈസി ആയിട്ട് കഴിക്കണമെങ്കിലും പിള്ളേർക്കും കൂടി കൊടുക്കണമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് എൻ്റെ കയ്യിൽ ബിരിയാണി മസാല ഉണ്ടായിരുന്നു, അതും കൂടി ചേർത്തിട്ട്, അതില്ലെങ്കിൽ ഞാൻ ഗരം മസാലയൊക്കെ ചേർക്കും കേട്ടോ. എന്നിട്ട് ചിക്കനും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് കുറച്ച് നേരം ആ ഒരു ഇതിൽ ഇരിക്കണം. ഒരു 2-3 മിനിറ്റ് ഞാൻ അങ്ങനെ തന്നെ വെച്ചിരിക്കും. എന്നിട്ട് അരി ചേർത്ത്, ബസ്മതി അരിയല്ല ഇത്, മറ്റേ ചെറിയ അരി ഉണ്ടല്ലോ ബിരിയാണിയുടെ, അതും ചേർത്തിട്ട് വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിക്കുന്ന എൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഈ സാധനത്തിൻ്റെയൊക്കെ മുകളിൽ നിൽക്കണം വെള്ളം. എന്നിട്ട് ഉപ്പും കൂടി ചേർത്ത് ഇളക്കിയിട്ട്, തക്കാളി ഞാൻ നേരത്തെ ഇടാൻ മറന്നുപോയതാണ്. ഇപ്പം മുകളിലിട്ട്, ഞാൻ മുകളിൽ തക്കാളി ഇട്ടിട്ട് ഇളക്കിയില്ലായിരുന്നു. ഇപ്പോൾ തുറക്കുമ്പം കണ്ടോണം തക്കാളി എല്ലാം മുകളിൽ തന്നെ നിൽക്കും. അപ്പം ഞാൻ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലിൽ കുക്ക് ചെയ്തെടുക്കും. എന്നിട്ട് അപ്പോഴും തന്നെ ഇതെല്ലാം കളയുകയും. ഇത് സെറ്റായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് വേറൊരു പാത്രത്തിനകത്തേക്ക് മാറ്റി, അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പറ്റും, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മുടെ ആ ഒരു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അത്രയേ ഉള്ളൂ. ബായ്.